നമുക്കൊരു സർപ്രൈസ് കിട്ടും. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്കൊരു സാധനം വരുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല സാധനം എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലീഗോ വഴി നമ്മുടെ നാട്ടിൽ നിന്നുള്ള പാഴ്സൽ എത്തിയിട്ടുണ്ട്. എന്റെ സന്തോഷം കാണുമ്പോൾ അറിയാലോ ഞാൻ എന്തോരം വെയിറ്റ് ചെയ്ത് എക്സൈറ്റഡ് ആണെന്ന്. നമ്മൾ ശരിക്കും നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നേ. അപ്പൊ അത് നമ്മുടെ വീടിന്റെ പണിയുടെ ഇടയിൽ മുങ്ങിപ്പോയി. അപ്പൊ അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒന്നും അവിടെ ഉണ്ടാക്കി വെച്ചേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അപ്പോഴാണ് നമ്മൾ ഈ ഫ്ലീഗോ കൊറിയർ സർവീസിനെ കുറിച്ച് കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മുടെ സംഭവം. പാഴ്സൽ ഇവിടെ എത്തിയിട്ടുണ്ട്. വാവ്, ഇതൊക്കെ ഇവര് പാക്ക് ചെയ്താട്ടോ, നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇവരാണ് ഇത് കൊണ്ടുപോയി പാക്ക് ചെയ്തേക്കണത്. കണ്ടോ, എല്ലാം നല്ല പാക്ക് ചെയ്ത്. ഇതിൽ ഓരോ ഐറ്റംസ് ആയിട്ട് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കാണിപ്പിച്ച് കൊതിപ്പിക്കുന്നതാണ്. എന്തെങ്കിലും വെറൈറ്റി നിങ്ങളെ കാണിക്കാൻ തന്നിട്ട് മൊത്തം ഫുഡാട്ടോ. ചിപ്സും അച്ചാറും ഇതൊക്കെ അച്ചാർ കുപ്പിയൊക്കെയാണ്. മാങ്ങ ഉപ്പിലിട്ടത്. ഇത് അച്ചപ്പൊക്കെ അതേ പൊട്ടാണ്ട് ഇട്ടിട്ടോ, ബബിൾ റാപ്പ് ചെയ്തിട്ട് അച്ചപ്പം ഇട്ടിയാണ്. ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കേട്ടോ. ഇത് എനിക്കുള്ള ഉടുപ്പാട്ടോ. പിന്നെ ഇതേ കപ്പ വറുത്തതുണ്ട്, ചക്ക വറുത്തതുണ്ട്, മിച്ചറുണ്ട്, കപ്പലണ്ടി മുട്ടായി ഉണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് അമ്മ ബീഫ് വറുത്ത് കൊടുത്തേച്ചാൽ. തോമാച്ചനും അമ്മയുടെ ബീഫ് വറുത്ത് ഭയങ്കര ഇഷ്ടാട്ടോ. ബീഫ് നല്ല ഡ്രൈ ആയിട്ട് വറക്കും. അപ്പോൾ ബീഫ് വറുത്തതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ട് ഇവർ വിളിച്ചാൽ മതിയിട്ട് ഇവർ വന്ന് കൊണ്ടുപോയി പാക്ക് ചെയ്ത് നമ്മുടെ ഇവിടെ കയ്യിലെത്തും. നമുക്കിവിടെ വേറെ കസ്റ്റം ഫീസ് ഒന്നും നമ്മുടെ അടുത്ത് വാങ്ങിച്ചില്ല. നമുക്ക് അവരുടെ കൊറിയർ ചാർജ് മാത്രം കൊടുത്താൽ മതിയോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലീഗോനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ കിട്ടും കേട്ടോ. എത്ര കിലോ ഒക്കെ വേണം എന്നുള്ളതൊക്കെ. പിന്നെ ലിക്വിഡും നമുക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു 1 ലിറ്റർ കൊടുത്തയക്കാമെന്നാണ്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ലിക്വിഡ് എണ്ണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് അച്ചാറുകളൊക്കെ ഉണ്ട്. അച്ചാറുകളൊക്കെ കൊടുത്തയക്കാം, നോൺ വെജ് കൊടുത്തയക്കാം, മീൻ വറുത്തതും ഇറച്ചി വറുത്തതും കൊഴു വറുത്തതൊക്കെ ഉണ്ടെന്നാണ് അമ്മ എന്നോട് പറഞ്ഞേക്കണേ. അപ്പോൾ അതൊക്കെ ഇനി തപ്പി പിടിച്ചിട്ട് വേണം. ഇത് ജിലേബി എനിക്ക് കാണാൻ പറ്റിയതിൻ്റെ ഇടയിൽ കൂടെ ജിലേബിയാന്നുള്ളത്.